യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 27-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ നിർണയിച്ചിരിക്കുന്നു. മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ ചിലത് നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച്, നിങ്ങളുടെ തലമുറകളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെക്കുറിച്ച് കർത്താവ് ചിലത് നിർണയിച്ചിട്ടുണ്ട്. കർത്താവ് ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം ചിലത് എന്നെക്കുറിച്ചുള്ളത് ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുകയാണ്, അത് ദുർബലമാക്കുന്നവൻ ആര്? ദൈവം നിശ്ചയിച്ചതിനെ അത് ഇല്ലാതാക്കുവാൻ, അതിനെ വേണ്ടെന്ന് വെക്കുവാൻ ആരാ അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൂതായിട്ട് പറയുക, ദൈവം നിർണയിച്ചതിനെ, ദൈവം നിശ്ചയിച്ചതിനെ ദുർബലമാക്കുവാൻ ഒരു ശക്തിയും ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ വിശ്വസിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം ചിലത് എനിക്ക് വേണ്ടി നിർണയിച്ചിട്ടുണ്ട്. ആ നിർണയം ദൈവം നിവർത്തീകരിക്കും. 14-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഞാൻ നിർണയിച്ചത് അത് നിവർത്തിയാകും. യേശുവിന്റെ നാമത്തിൽ ചിലത് നിവർത്തിയാകുന്നത് ഓർത്ത് നന്ദി. കർത്താവേ, ഈ പ്രഭാതത്തിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടതുകൊണ്ട് നന്ദി. തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.